ഹലോ, അഡീനിയം പ്രേമികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇവിടുത്തെ കളക്ഷൻ കണ്ടപ്പോൾ ഞാനും അത്രമാത്രം എക്സൈറ്റഡ് ആണ്. ഞാനെന്നുള്ളത് RV അഡീനിയംസിലാണ്. RV അഡീനിയംസ് പലർക്കും അറിയാമായിരിക്കും. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടുന്ന് ചെടികൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് ഇവിടുത്തെ കളക്ഷൻ കണ്ടപ്പോൾ ശരിക്കും ഞാനങ്ങ് ഞെട്ടിപ്പോയിട്ടോ. അത്രമാത്രം വെറൈറ്റി അഡീനിയം ചെടികൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എൻ്റെ പുറകിൽ തന്നെ നോക്കും, ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങ് അറ്റം വരെ അഡീനിയം ചെടികൾ തന്നെയാണ്. അങ്ങ് അറ്റം വരെ ഉണ്ട്. ഈ സ്ഥലത്തോട്ട് നോക്കിയാലും കണ്ടോ, ഈ ഭാഗത്തും ആ മേൽഭാഗത്തും ഒക്കെ ഫുള്ള് കിടു കളക്ഷനാണ്. അപ്പോൾ ഇത്രയും കളക്ഷൻ ഇവിടെ ഉണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ, വീട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ കുറേ വെറൈറ്റി കളക്ഷൻ ഇവിടെ ശരിക്കും പ്രൂൺ ചെയ്ത് നന്നായിട്ട് പൂത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതെല്ലാം കണ്ടതിന് ശേഷം ഇവിടേക്ക് വരാം. അപ്പോൾ ഇത് പല ചെടികളും പല വിലയെ അവർ പറയുന്നത്. എന്തായാലും പറ്റുന്നതിൻ്റെയൊക്കെ വില പറയാം. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കുറച്ച് വെറൈറ്റി കളക്ഷൻ ഞാൻ കണ്ടത്. അവിടെയുണ്ട്, നമുക്ക് പോവാം അങ്ങോട്ട്. പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കുമ്പോൾ ഇവർ ഓൺലൈനായിട്ട് പ്ലാൻസ് അയച്ചു തരാൻ തയ്യാറാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ആദ്യം തന്നെ ഞാൻ പറയാം. കാരണം എൻ്റെ ഏത് വീഡിയോസ് കണ്ടാലും എല്ലാവരും പറഞ്ഞ പ്രൈസ് പറയുന്നില്ല, പറ്റിക്കലാണെന്നൊക്കെയാണ്. അഡീനിയത്തെ സംബന്ധിച്ച് ഒരു ചെടിയുടെ വില നിർണ്ണയിക്കുന്ന അതിൻ്റെ സൈസും അതിൻ്റെ കോഡക്സിൻ്റെ വലുപ്പമൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നോക്കി അറിയാൻ പറ്റും, ഓരോന്നിനും ഓരോ കോഡക്സ് സൈസാണ്. അപ്പോൾ അവരും പറയുന്നതാണ് ഏത് ആവശ്യപ്പെടുന്നു അതിൻ്റെ കോഡക്സ് സൈസ് അനുസരിച്ചായിരിക്കും വില കൊടുക്കുക. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ചെടികൾ 500 രൂപ മുതൽ മേളിലോട്ട് അവർ പറഞ്ഞു കേട്ടോ. ശരിക്കും പ്രൂൺ ചെയ്ത് നന്നായിട്ട് പൂത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു ഹോൾസെയിലേഴ്സിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഹോൾസെയിലേഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് എന്നോട് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഈ തോട്ടം മൊത്തം നോക്കി നടത്തുന്നത്. രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. പക്ഷേ അവർ വീഡിയോയ്ക്ക് വരാൻ അത്ര റെഡിയല്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ചെടികൾ കാണാം. വാ, ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ കേട്ടോ. എല്ലാ ചെടികളും പറഞ്ഞ ഒരുപാട് സമയമാവും. ഈ പൂക്കളുടെയൊക്കെ ഭംഗിയുണ്ടോ, ഇത് കണ്ടോ, ഇപ്പോൾ വെറൈറ്റി പൂക്കളാണ്. ഇത് കണ്ടോ. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു പോവാം, ജസ്റ്റ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. എല്ലാം തന്നെ നല്ല അത്യാവശ്യം നല്ല കോഡക്സ് ഉള്ള ചെടികൾ തന്നെ കേട്ടോ. നന്നായിട്ട് പ്രൂൺ ചെയ്തവർ വെച്ചിട്ട് ഇപ്പോൾ പ്രൂണിങ് കഴിഞ്ഞ് പൂക്കൾ വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ആ വെറൈറ്റീസ് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കണ്ടത് ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി സിംഗിൾ പെറ്റലാണ്, നല്ല റെഡാണ്. ഇത് അവിടെ ഇരിപ്പുണ്ട്, മേലിരിപ്പുണ്ട്. അവിടെ പോയിട്ട് കാണാം നമുക്ക്. ഈ വശത്തേക്ക് നോക്കുകയാണെങ്കിലും ഇത് കണ്ടോ, ഒരു സ്പെഷ്യൽ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നത് കറിയായിരിക്കും. കുറച്ച് ചെടികൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഞാൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടേ. കണ്ടോ, ഇതെല്ലാം എടുക്കാൻ നോക്കിയാലേ ഇത് ഈ ഒരു ചെടി കണ്ടോ, വലിയ പൂക്കളാണ്. തായ്ലാൻഡ് വെറൈറ്റി എന്നാണ് പറയുന്നത്. ഉണ്ട്. ഓ, എല്ലാത്തിനും പൂക്കളൊക്കെ വീണു തുടങ്ങി. എത്രയാ പൂക്കളൊന്നുണ്ടോ. ഇത് കണ്ടോ, ഒരു ഡിഫറെൻ്റ്. ഇതും വെറൈറ്റിയാണ്. യെല്ലോയുടെ ഉള്ളിൽ പിങ്ക് ഷെയ്ഡ് വന്നത്. അതുപോലെ ഈ സൈഡിൽ കുറേ ഇരിപ്പുണ്ട്. ഇതെനിക്കിഷ്ടമായി കേട്ടോ. ചിലപ്പോൾ ഞാനൊന്ന് പോക്കും. ഇത് പക്ഷെ കോഡക്സൊന്നും അധികമല്ല. അതിൽ തന്നെ വേറൊരു വെറൈറ്റി ആയി കാണുന്നത്. ഇതിലൊരു വൈറ്റും കൂടെ വരുന്നുണ്ട്. ഇനിതാ, അതൊക്കെ കോമൺ നമ്മൾ സാധാരണ കാണുന്ന വെറൈറ്റീസാണ്. ഇത് കണ്ടോ, നിറച്ച് പൂക്കളുള്ളൊരു വെറൈറ്റി. ഇത് ഇവിടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഉണ്ട്, നോക്കിക്കേ. സിംഗിൾ പെറ്റലാണ്, പക്ഷെ എന്താ രസം നോക്കിയേ. എന്താ, ഇതെനിക്ക് തോന്നുന്ന സ്റ്റെം കട്ടിങ് അല്ല, ഗ്രാഫ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ താഴേക്ക് ഇറങ്ങിയാലും കുറേ പ്ലാന്റ്സ് ഉണ്ട്. കുറച്ച് വലിയ പ്ലാന്റ്സ് ആട്ടോ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പൂവ് കണ്ടോ, ഒരു എല്ലാം ഡിഫറെൻ്റ് ആട്ടോ. അഡീനിയത്തെ സംബന്ധിച്ച് ഓരോന്നും വേറെ പൂക്കളാണ്. ഇത് കണ്ടോ, യെസ്, ഇതെവിടെ കുറേ ഇരിപ്പുണ്ട് നിലത്ത്. ഒക്കെ എന്നെക്കൊണ്ട് കുനിഞ്ഞ് ചെയ്യിക്കും അവർ. ഇതുണ്ടോ, ഓടിച്ചു കണ്ടോ. നമുക്ക് വീഡിയോ 1 മണിക്കൂർ കൊണ്ടും തീരില്ല ചെയ്ത് കഴിഞ്ഞാൽ.
ഇത് ഈ വശത്തേക്ക് വരികയാണെങ്കിലും കുറേ പ്ലാന്റ്സ് ഇവിടെ മുതലേ വെച്ചിട്ടുണ്ട്. ഇവരുടെ മദർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. ഇതൊരു വെറൈറ്റി ആട്ടോ. പൂക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒത്തിരി നാൾ നിൽക്കും. അതാ ഈ കളറിലോട്ട് മാറുന്നേ. സാധനം ഇതേ താഴെ നോക്കിയേ. കുറേ മിക്കവാറൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള കളക്ഷൻ തന്നെയാണ്. ഇതും ഉള്ളതാണ്. ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടേ പൂക്കളൊക്കെ നനഞ്ഞിരിക്കുക. കണ്ടോ? ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലോ. പൂക്കളൊക്കെ അപ്പുറത്ത് നിൽക്കുക. കണ്ടോ? ഇവിടെയും കുറേ ഇരിക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി പൂവാട്ടോ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ മതി. നല്ല രസമുണ്ടല്ലോ. കണ്ടോ? അപ്പോൾ ഇത്രയും ചെടികളാണ് വീടിൻ്റെ മുൻഭാഗത്ത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി പഴയ സ്ഥലത്തേക്ക് പോയിട്ട് ബാക്കി കളക്ഷൻ കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് എത്തിരിക്കുകയാണ്. ഇവിടെ കാണുന്ന സെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മദർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. നമ്മൾ സാധാരണ അഡീനിയം ചെടികൾ വാങ്ങുമ്പോൾ അത് ബംഗാൾ, കൽക്കട്ടയിൽ നിന്നൊക്കെ മിക്കവാറും ഇമ്പോർട്ട് ചെയ്തിട്ട് സെല്ലേഴ്സ് കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ ഇവർ ചെയ്യുന്ന മൊത്തം ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കുറേ സെക്ഷൻസ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വർക്ക്ഷോപ്പ് ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോയിട്ട് കേട്ടോ. ഇതെന്തായാലും മദർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇതിന്ന് കട്ടിങ്സ് എടുത്തിട്ടാണ് ഇവർ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. 1-2 വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പൂവിൻ്റെ വലിപ്പം കണ്ടോ? എൻ്റെ പോനെ താമര പോലെ ഉണ്ട് കേട്ടോ. വെറൈറ്റി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതും കൂടെ മോന എൻ്റെ കൂടെ വീഡിയോ എടുക്കാനുള്ള കേട്ടോ. വേണ്ട, സെയിമാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കേട്ടോ, കട്ടിങ്സ് എടുക്കാൻ വേണ്ടിയാണേ. ഇതേ ഒരു പൂവ് ഉണ്ട് അവിടെ. നൈസ്. ഇവർ ശരിക്കും ഡെഡിക്കേറ്റഡ് വർക്ക് കേട്ടോ. ഹസ്ബൻഡും വൈഫും കൂടി ചേർന്ന് ചെയ്യുന്നതെല്ലാം. ഇവിടെ ഒരു വൈറ്റ്, ഈ വൈറ്റ് എൻ്റെ കയ്യിലും ഉണ്ട്. ഞാൻ വാങ്ങിയത് ഇവിടെ നിന്നെല്ലാം തോന്നുന്നു, പക്ഷേ എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു വെറൈറ്റിയാ. രസമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മദർ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ. ഇനി താഴേക്ക് പോയാൽ സെയിൽസിൻ്റെ സെക്ഷൻ ആവാം. ഓക്കെ. ഇത് ഇറങ്ങുന്ന വഴിക്ക് ഈ ഒരു ചെടി കണ്ടോ? ഇതെൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒരു ഡിഫറെൻ്റ് പോവാ. ഇതുണ്ടോ? ഇവിടെ കണ്ടോ സീഡ്ലിങ്സ് ഇവർ വിത്ത് മുളപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളാട്ടോ. അത് അവിടെയുണ്ട്. ഈ ഭാഗത്ത് താഴോട്ട് കുറേ വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതാണ് സെയിൽസിനുള്ള പ്ലാന്റ്സിലെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കോഡക്സ് കണ്ടാൽ മനസ്സിലാവും, വലിയ പ്ലാന്റ്സാണ്. ഇത് ഈ പൂ രസമുണ്ടല്ലേ. ഞാൻ താഴെ കാണിച്ച് നോമ്പലർന്നു. പ്രത്യേക ഷേപ്പാണ് പൂവിന്. കണ്ടോ? പിന്നെ ഈ സെക്ഷനിൽ വില പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് വില പറയാൻ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവർ പറയുന്നത് എൻ്റെ കപ്പിൻ്റെ സൈസ്, എൻ്റെ കോഡക്സിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് വിലയിടുന്നത്. 200 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ. 200 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അങ്ങോട്ട് ബാക്കി പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് കൊടുക്കുക. ലാസ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവർ സ്റ്റാർട്ടിംഗ് പ്രൈസ് 250 ആയിരുന്നു. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് കുറച്ചത് അവർ. ഇത് ഞാൻ പറഞ്ഞു കുറേ പ്ലാന്റ്സ് ഇപ്പോൾ പലയിടത്തുനിന്ന് അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കുറച്ചിട്ട് 200 ആക്കിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇത് റെഡ് ഓടിച്ച് കാണിക്കാനേ തരവുള്ളൂ കേട്ടോ. നല്ല കളറാണ് കണ്ടോ. അതുപോലെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ സെക്ഷൻ കണ്ടോ, ഒരു സിംഗിൾ പെറ്റലിൻ്റെ സെക്ഷനാണ്. നല്ല രസമുള്ള പൂക്കളാട്ടോ. എനിക്ക് സിംഗിൾ പെറ്റൽസ് വലിയ ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒരുപാട് പൂക്കളുണ്ടാവുന്നതാണ് പ്രത്യേകത. ഇവിടെ ഇത് എൻ്റെ കയ്യിലും ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതും സിംഗിൾ പെറ്റലാണ്. യെസ്, ഈ ഒരു പൂവ് എൻ്റെ കയ്യിലുണ്ട്. ഇടയ്ക്കൊന്ന് വീഡിയോ കാണിച്ചായിരുന്നു. 2 ലെയറായിട്ട് പൂക്കൾ വരുന്നത്. ഇവിടെ കണ്ടോ. ഇതൊക്കെയാണ് 200 രൂപയ്ക്ക് അവർ കൊടുക്കുന്ന പ്ലാന്റ്സ് കേട്ടോ എന്നെനിക്ക് തോന്നുന്നു. അടിപൊളി. ഇത് നല്ല ഭംഗിയുണ്ട് ഈ പൂവ് കണ്ടോ.
ഇതും കൊള്ളാം, രസമുണ്ട് നോക്കിയേ. ഇത് നമ്മുടെ യെല്ലോ വെറൈറ്റീസ്. എൻ്റെ വീഡിയോ കാണുമ്പോൾ പലരും പറയാറുണ്ട് യെല്ലോ അഡീനിയം ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇതിൽ നല്ല യെല്ലോ മൾട്ടിപെറ്റൽ കുറേ ഇരിപ്പുണ്ട്. അവർ ഇതുവരെയും കൊടുത്തു തുടങ്ങിയില്ലെന്നാണ് പറഞ്ഞത്. യെല്ലോ കേട്ടോ, ഫസ്റ്റ് ബാച്ചാ. ഇതൊരു നല്ല കളറാട്ടോ, നല്ല രസമുള്ള പൂക്കളാണ്. കണ്ടോ, ഓറഞ്ചും യെല്ലോയും പിങ്കും ഒക്കെ കൂടി ചേർന്ന ഫ്ലവേഴ്സാണ്. ഇപ്രാവശ്യം അവരെല്ലാം സെക്ഷനായിട്ട് വെച്ചത് കാരണം കാണിക്കാൻ എളുപ്പം കേട്ടോ. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു സെക്ഷനാണ് കേട്ടോ. സിംഗിൾ പെറ്റലാണ്, പക്ഷേ എന്ത് റെഡ് കളറാണെന്ന് നോക്കിക്കേ, അടിപൊളിയാണ്. പറഞ്ഞാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം എൻ്റെ ഫ്ലവർ കേട്ടോ. നീ കണ്ടോ, ഇതാ എൻ്റെ ഫ്ലവർ. നല്ല രസമുണ്ട്. ഇത് 300 രൂപയെന്നാണ് പറഞ്ഞു കേട്ടോ. ഇത് നോക്കിയേ, വിശാലമായിട്ടിരിപ്പുണ്ട്, അടിപൊളി. ഇതിലൊരെണ്ണം എന്തായാലും ഞാൻ എടുക്കും കേട്ടോ. ഇത് കണ്ടോ, 300 വർത്തമാണ്. നമ്മൾ കുറേ ചെടികൾ വാങ്ങുന്നതല്ലേ, ഇത്രയും ഭംഗിയോടെ കിട്ടില്ല അവരോട് നിന്ന് മേടിച്ചാലും. അവിടെയൊക്കെ കണ്ടോ, അടിപൊളി. കുറേ ഉണ്ട് കേട്ടോ. അത് ഇതന്നെ അപ്പുറത്തും വെച്ചിട്ടുണ്ട് ഈ സെയിം സാധനം. ഇതേ വൈറ്റിൻ്റെ സെക്ഷൻ, മൾട്ടിപെറ്റൽ വൈറ്റ് സെയിം എൻ്റെ കയ്യിലുണ്ട്. ഉള്ളിലൊരു ചെറിയ പിങ്ക് ഷെയ്ഡുള്ള. യെസ്, ഇവിടെ മൾട്ടിപെറ്റൽ റെഡ് ഇരിപ്പുണ്ട് കണ്ടോ. ഇവിടെ ഒരു സിംഗിൾ പെറ്റൽ യെല്ലോ, ഇതും എൻ്റെ കയ്യിലുള്ള വെറൈറ്റിയാണ്. ഇത് യെല്ലോയുടെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് സിംഗിൾ പെറ്റൽ. എന്താ, ഇവിടെയും കുറേ ഇരിപ്പുണ്ട്. ഇതൊരു വെറൈറ്റി ആട്ടോ, പൂക്കൾ കണ്ടോ. ഇതിൻ്റെ പിങ്ക് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇത് യെല്ലോ മിക്സാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കഴിഞ്ഞു, താഴേക്ക് ഇറങ്ങാം. ഞാൻ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷനാണ്. എല്ലാത്തിനെയും തുടക്കത്തിലുണ്ടോ കുറേ സീഡ്ലിങ്സ് അവർ സീഡ് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി. ഇപ്പോൾ ഒരു കാണിക്കാം ബാക്കി. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ മേളിൽ കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് പൂക്കൾ തന്നെ ഇവിടെ കാണുന്നത് കേട്ടോ. വെറൈറ്റി ഉണ്ടെങ്കിൽ കാണിക്കാം. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊരു സിംഗിൾ പെറ്റൽ. ഇതൊക്കെ വലിയ പൂക്കളാണോ, കുറേ വിരിയാനുണ്ട്. ഇതിനകത്ത് കുറേ ഉണ്ട് വിരിയാൻ. ശരിക്കും വലിയ റോസ് പോലെ ഉണ്ട്. ഞാൻ വിരിയിച്ചതാ. ഇവിടെ നമ്മുടെ പിങ്കിൻ്റെയൊക്കെ ഒരു സെക്ഷൻ. ഇതൊക്കെ അവിടെ സ്റ്റാർട്ടിങ് പ്രൈസിൽ വരുന്ന പ്ലാന്റ്സ് ആട്ടോ. ഇതെൻ്റെ കയ്യിലുണ്ട്. ആ റെഡ് തന്നെ അവിടെ 300 പറഞ്ഞത് ദേ ഇവിടെ 200-ൻ്റെയും വെച്ചിട്ടുണ്ട് കേട്ടോ. സെയിം പൂവാണ്. അതിൻ്റെ കപ്പിൻ്റെ സൈസും ചെടിയുടെ സൈസും ഒക്കെ കുറച്ച് ചെറുതായിരിക്കും. ഇത് കണ്ടോ, നൈസ്. ഇതൊരു വെറൈറ്റി. ഈ സൈഡിലിതാ സ്റ്റാർട്ടിങ് സൈസ് കുറേ ചെറിയ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചേ ഉള്ളൂ ചെടികൾ. ഒത്തിരി ടൈപ്പ് ഓഫ് അഡീനിയംസ് കളക്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് വേറൊരു സെക്ഷൻ ഉണ്ടാ. ഈ ഒരു പിങ്ക് കണ്ടോ, പിങ്കാണ് പക്ഷെ നല്ല വൈറ്റ് കളറിലെ ബോർഡർ. ഇത് വേറൊരു ടൈപ്പ്, നമ്മുടെ ഇൻഡോനേഷ്യൻ വെറൈറ്റി എന്ന് ഞാൻ പറഞ്ഞ സാധനം. ഇവിടെയൊക്കെ സീഡ്ലിങ്സ് ഉണ്ടോ. അപ്പോൾ അടുത്ത ലെവലിലേക്ക് ഇറങ്ങുകയാണേ. ഇവിടെയും കുറേ സീഡ്ലിങ്സ് വെച്ചിട്ടുണ്ട്. മോനെ വഴുതല്ലേ തന്നെ അല്ലേ, നനഞ്ഞു കിടക്കാം. ഇവിടെ കുറേ മൾട്ടിപെറ്റൽ വൈറ്റിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഒരു വെറൈറ്റി ഫ്ലവർ കണ്ടു, വാ കാണിക്കാം. എല്ലാം അങ്ങനെ തന്നെയാണ്. അതാ കണ്ടോ, ഇതാണ് വിരിയുമ്പോൾ അവസ്ഥ. യെല്ലോ ആണ്, മൾട്ടിപെറ്റലാണ്, പക്ഷേ പൂവിന് ഡിഫറൻറ്റ് ഷേപ്പാണ് കണ്ടോ. ഈ സെക്ഷൻ മൊത്തത്തിലൊന്ന് കണ്ടോ കേട്ടോ. ഇതെല്ലാം സ്റ്റാർട്ടിങ് പ്രൈസിലെ പ്ലാന്റ്സ് ആണ്.
200 രൂപയാണ്. നിങ്ങൾ അവിടെ കണ്ട ആ പ്ലാന്റ്സ് ഇഷ്ടമായെങ്കിൽ അത് അവർ ഇവിടുന്ന് തരും കേട്ടോ. എനിക്കാണ് ഹോൾസെയിലേഴ്സിന് ശരിക്കും ഇത് പരിഗണിക്കാവുന്നൊരു കാര്യമാണ്. അത്യാവശ്യം പ്രൈസ് കുറച്ച് കൊടുക്കാമെന്നവർ പറഞ്ഞിരിക്കുന്ന കേട്ടോ. ഇതിവിടെ ഒരു ഡിഫറെൻറ്റ് കളർ കണ്ടു കേട്ടോ, നൈസാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയൊരു സാധനമാണ് കേട്ടോ. ഈ പൂവ് കണ്ടോ, ഞാൻ സൂവില കിടന്ന സമയത്ത് കോഡക്സ് ചീഞ്ഞു പോയി എൻ്റെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെയൊക്കെ കണ്ടോ, ഇത് അതിൻ്റെ ഒരു സെക്ഷനാണ്, നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു പിങ്ക് മൾട്ടിപ്പെറ്റൽ ഈ ടൈപ്പ് പൂവാ കേട്ടോ. കറക്റ്റ് പിങ്ക് അല്ല, വൈറ്റും പിങ്കും കൂടെ മിക്സായ ഒരു കളറാണ്, അതിൻ്റെ സെക്ഷനാണ്. ഇനി ഇങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ്. ഞാൻ കാണിച്ച വെറൈറ്റീസ് തന്നെ ആയിരിക്കും എല്ലാം. ഡിഫറൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അതിവിടെ വന്നാൽ ഒരു ഡിഫറൻറ്റ് കാണുന്നുണ്ട്. നമ്മുടെ ഏതാണ്ട് അരളിപ്പൂ പോലെയൊക്കെ ഉണ്ട്. പിങ്ക് അരളി തന്നെ പറയാം. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തെ ലൈൻസ് കണ്ടോ, പിങ്കിൽ ഇതെല്ലാം അത് തന്നെയാണ്. ഇതും ഒരു വെറൈറ്റി പോവാം. ചെറിയ പ്ലാന്റ്സ് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് നല്ല ഓപ്ഷൻ കേട്ടോ. ഇതുണ്ടോ, പിന്നെ പറയണ്ടല്ലോ, യെല്ലോയുടെ സ്റ്റാർട്ടിങ് സെക്ഷൻ 200 ആവും തന്നെ കരുതണു. ഇതൊരു വെറൈറ്റി ഫ്ലവറാണ് കണ്ടോ. ഇവിടെ സിംഗിൾ പെറ്റലാണ്, റെഡും മെറൂണൊക്കെ കലർന്നൊരു പൂവാ കേട്ടോ. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്, എൻ്റെ കയ്യിലില്ല. നോക്കാം. ഇവിടേക്ക് ഇങ്ങനെ കണ്ടോ, ശരിക്കും ഗ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ പ്ലാന്റ്സ്. ഇതൊരു ഡിഫറൻറ്റ് പിങ്ക് കേട്ടോ. ഇതുണ്ടോ, രസമുള്ള പിങ്ക. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കേ, എത്ര വിശാലമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അഡീനിയം പ്ലാന്റ്സ് കളക്ട് അവർ വെച്ചിരിക്കുന്നതെന്നുള്ള നല്ല സെറ്റിംഗ് അല്ലേ. ഇതിൻ്റെയും താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇവരുടെ തുടക്കക്കാർ പ്ലാന്റ്സ് ആട്ടോ. ജസ്റ്റ് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെയൊക്കെ നോക്കിക്കേ, ഇതെല്ലാം പിടിച്ചു വന്നിട്ടേ ഉള്ളൂ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ബ്രാഞ്ചസ് വന്ന പ്ലാന്റ്സ് ആണ്. ഇതിനൊരു നല്ല സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ കാണിക്കാം. 2 സൈഡിൽ നോക്കിക്കേൻ്റെ എല്ലാത്തിലും പൂക്കൾ വരുന്നതനുസരിച്ച് വരുന്ന മാറ്റി വെക്കുമായിരിക്കാം. കണ്ടോ, നൈസ്. ഇവിടെ അങ്ങോട്ട് നോക്കി, ആ സൈഡ് നമുക്കിനി അവസാനമായിട്ട് ഇവിടെ വർക്ക്ഷോപ്പിലൊന്ന് കയറി നോക്കാം. വാ. യെസ്, ഇവിടെ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് കണ്ടോ, ഇതൊക്കെ ശരിക്കും സക്സസ് ആയ ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ 3 ബ്രാഞ്ചൊക്കെ വരുന്നു. ഇത് കിടിലൻ ചെടിയായിരിക്കും കേട്ടോ. കെട്ടൊന്നും മാറ്റിയിട്ടില്ല, ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. എല്ലാം കൊണ്ടും അടിപൊളി. ഇതാ ഇവിടെ പ്രത്യേകത കേട്ടോ. ഇവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇവിടുന്ന് തന്നെ കിട്ടുന്ന പ്ലാന്റ്സാണ്. അയ്യോ, ഇവിടെ കണ്ടോ ഒരു ചെടി രസമുണ്ട്. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് പൂത്ത് വെക്കുന്നുണ്ടോ, അച്ചട നല്ല പോവാ. ഓമനത്വം തോന്നുന്നു അതിനെയൊക്കെ കാണുമ്പോൾ. ഇത് നല്ല സക്സസ്ഫുൾ ഗ്രാഫ്റ്റിംഗ് ആട്ടോ. ഇതൊക്കെ എനിക്ക് എവിടെ കണ്ടാലും പറിച്ചു മാറ്റുന്ന ശീലമുള്ളതുകൊണ്ടേ ഞാനങ്ങ് എടുത്ത് പോവും. ഇത് കണ്ടോ, 3 ബ്രാഞ്ചിലും പൂക്കൾ മൊട്ട് നിറച്ച് വരുന്നുണ്ട്. യെസ്, അപ്പുറത്ത് എന്തൊക്കെയോ പരിപാടികളുണ്ട്, അങ്ങോട്ട് കയറുന്നില്ല തൽക്കാലം. ഇത് ഓൺ ദ വേ കണ്ടതാണ്. ഇത് കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ശരിക്കും ബ്ലാക്ക് എന്നൊക്കെ പറയാമല്ലേ, അത്രയ്ക്ക് ഡാർക്കാണ്. ഇത് കണ്ടോ, എൻ്റെ കയ്യിലും ഉണ്ട്. ഇത് മിസ് ഇന്ത്യ. ഇത് കണ്ടോ, ഇതൊക്കെ ഒരേ ടൈപ്പ് ഓഫ് പൂക്കളാണ്, പല പല കളേഴ്സാണെന്നേ ഉള്ളൂ. ഇത് ഇവിടെയും ഉണ്ട്. നമ്മുടെ പിങ്ക്, ഇതൊരു ചാമ്പ കാച്ചിരിക്കുന്നുണ്ടോ, അടിപൊളി. ഈ പിങ്ക് കണ്ടോ, ഇത് ഇവിടെ പറഞ്ഞോട്ട് കണ്ടോ. ഇനി സിംഗിൾ പെറ്റൽ വൈറ്റ് ചിലർ അന്വേഷിക്കാറുണ്ട്. ഇതൊരെണ്ണം ഞാൻ കണ്ടു, ഇവിടെ സെയിലിനുണ്ടെന്ന് അവർ പറഞ്ഞു. നേരത്തെ കാണിക്കാൻ വിട്ടുപോയി. ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ്
RV അഡീനിയംസിലെ അഡീനിയം കളക്ഷൻ. ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഇത് കേരളം ആണെന്ന് ചോദിച്ചാൽ അല്ല, കേരളത്തിൻ്റെ ബോർഡറാണ്, തമിഴ്നാടാണ് ശരിക്കും ഇത്. സ്ഥലത്തിൻ്റെ പേര് നിത്തിരവിള എന്നാണ്. നമ്മൾ മലയാളത്തിൽ നിദ്രവിള എന്ന് പറയും, ഇവർ പറയുമ്പോൾ നിത്തിരവിള എന്ന് പറയും. നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ വന്ന് വാങ്ങാനാണെങ്കിൽ നമ്മുടെ കളീക്കവിളയില്ലേ, പാറശാല കഴിഞ്ഞ് കളീക്കവിളയിൽ നിന്ന് ബസ്സുണ്ട് ഇങ്ങോട്ട്, ബസ് ഇരയിമ്മൻതുറ ബസ്സൊക്കെ ഇങ്ങോട്ട് ഈ വഴിയാണ് പോകണം കേട്ടോ. ഒന്നുകിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്ത് ബൈപ്പാസ് എന്ന് വരുന്നവർക്ക് ചെങ്കാവിള എന്നൊരു സ്ഥലം വരെ ബൈപ്പാസിൽ വരാം. അവിടുന്ന് ഗൂഗിൾ മാപ്പ് പോലെ ഇട്ടിട്ട് നിത്തിരവിളയിൽ അടിച്ചു നോക്കാം. നിത്തിരവിള വന്നിട്ട് ഞാൻ നമ്പർ കൊടുത്തിരിക്കാം, ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരും. വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹോൾസെയിലേഴ്സിന് ഇവർ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കാരണം അത്രമാത്രം കളക്ഷൻ ഉള്ളതുകൊണ്ടാണ് വില കുറച്ച് കുറവായിരിക്കും. അതൊന്ന് ട്രൈ നോക്കുക. അഡീനിയം പ്രേമികൾക്കുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമാവും, നിങ്ങൾ അഡീനിയം പ്രേമിയാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും. സോ അഡീനിയം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.